നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ നശിച്ചു. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിൽ തട്ടിയാണ് വലകൾ നശിച്ചത്. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നെന്ന ആരോപണം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ ജയിലിലേക്ക് ലാത്തി മാർച്ച്. പ്രതീകാത്മക ലാത്തികളുമായാണ് മാർച്ച് നടത്തിയത്. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ അപകടത്തിൽ മരിച്ചു. അഞ്ചൽ അലേമൺ പുല്ലാഞ്ഞിയോട്ടായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ നശിച്ചു. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിൽ തട്ടിയാണ് വലകൾ നശിച്ചതെന്ന് കരുതുന്നു. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. നീണ്ടകരയിൽ നിന്നും പോയ ബോട്ടിലെ വലകളാണ് നശിച്ചത്. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ മഹാലക്ഷ്മി എന്ന ബോട്ടിന്റെ വലകളാണ് നശിച്ചത്. 28ഓളം തൊഴിലാളികളാണ് ബോട്ടിൽ ജോലി ചെയ്യുന്നത്. കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ തട്ടിയാണ് വലകൾ നശിച്ചതെന്ന് കരുതുന്നു. 15 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വല കീറി നഷ്ടം സംഭവിച്ചതിനൊപ്പം മത്സ്യവും പൂർണ്ണമായി കടലിൽ പോകുന്ന സ്ഥിതിയുണ്ട്. വലകൾ നശിച്ചതിനൊപ്പം മത്സ്യമില്ലാതെ കരയിലേക്ക് തിരികെ എത്തേണ്ട സ്ഥിതിയിലായിരുന്നു തൊഴിലാളികൾ. വല വലിച്ച് ഞെരിക്കൊണ്ട് വരുമ്പോൾ എന്തോ ഭയങ്കര വെയിറ്റ് കയറി പൊങ്ങിയും താണും കിടന്ന്, എന്നിട്ട് അവസാനമായിട്ട് പൊട്ടി അങ്ങ് പോവുക ചെയ്തത്. പിന്നെ വല ഒന്നും കൈ കിട്ടിയില്ല, മീനും കിട്ടിയില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം വലിച്ചു കയറി കൊണ്ടുവന്നിരിക്കുക. ഏകദേശം 10-15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. പിന്നെ കിട്ടാനുള്ള മീൻ്റെ അതും പോയി. എല്ലാം ഇന്നത്തെ പണി മൊത്തം പട്ടിണിയായി. അപകടത്തെ തുടർന്ന് കടലിൽ മുങ്ങിയ കപ്പലിലെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറും ഉൾപ്പെടെ ഇപ്പോഴും കടലിൽ കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് വലിയ തോതിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലകൾ നഷ്ടമാകുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നുൾപ്പെടെ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളുടെ വലകൾ നശിച്ചിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് നല്ല മീനെ കണ്ടിട്ട് ചൂടായിരുന്നു. നല്ല കൂടിയ മീനെ കണ്ട് വല കോരി നമ്മൾ അതിൻ്റെ റോപ്പ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ലാസ്റ്റ് സമയം വന്നപ്പോഴത്തേക്ക് റോപ്പ് മുകളിലോട്ട് വരുന്നു, വീണ്ടും വിട്ടു പോകുന്നു, മുകളിലോട്ട് വരുന്നു, വീണ്ടും വിട്ടു. അങ്ങനെ പയ്യെ അടിച്ചു കയറിയപ്പോഴത്തേക്ക് എന്തോ വെയിറ്റുള്ള സാധനം, ഇപ്പോൾ വെള്ളക്കളറാണ്, അത് കുറച്ച് പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് സാധനം അങ്ങ് താഴോട്ട് പോയി. റോപ്പെല്ലാം പൊട്ടിപ്പോയി. ഞങ്ങൾ വലിച്ചു കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല വലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വല മൊത്തം വിട്ടു വെച്ചാൽ ഒരു 10-15 ലക്ഷം രൂപ നഷ്ടം ആയിട്ടുണ്ട്. കടലിൽ നിന്ന് കണ്ടെയ്നറുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട കമ്പനിക്ക് കരാർ നൽകിയെങ്കിലും അവർ ഇതുവരെയും ജോലികൾ ആരംഭിച്ചിട്ടില്ല. ഇത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കടലിൽ പോയി മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ബോട്ടിലെ തൊഴിലാളികൾ പറയുന്നു. ഇനി ഈ വല ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരാഴ്ച എടുക്കും. അപ്പോൾ അതിൻ്റെ കൂലിയെല്ലാം വകുപ്പെടുത്തൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ 28 പേരാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് പണിക്ക് പോക്കൊന്നുമില്ല. ഇനി വല ശരിയാക്കി തരാൻ വരെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാരുമൂട് ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. കാഞ്ഞിരത്തുംമൂട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ചൂനാട് സമാപിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. കാഞ്ഞിരത്തുംമൂട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ചൂനാട്ട് സമാപിച്ചു. CPM നേതാവ് G. രാജമ്മ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമാപന സമ്മേളനം ചൂനാട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനം അനുസരിച്ചുള്ള കാൽനട പ്രചരണ ജാഥ കേരളത്തിലെമ്പാടും നടക്കുന്നു.
അതിൻ്റെ ഭാഗമായിട്ടുള്ള ചാരുമൂട് ഏരിയ ജാഥയാണിന്ന് വള്ളികുന്നം ചൂനാട് സമാപിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വർഗീയത വളർത്തി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും എല്ലാം പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾ ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്നത് രാജ്യത്തെ സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വർഗീയതയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്ത് അനിവാര്യമാണെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. മഹിളാ അസോസിയേഷൻ ചാരുമൂട് ഏരിയ സെക്രട്ടറി വി ഗീതയായിരുന്നു ജാഥ ക്യാപ്റ്റൻ. ഷീജ സുരേഷ്, ശ്രീന രഹീം, അർച്ചന, സ്മിത, ശ്രീലത, സുനിത തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുക, അനാവശ്യമായി ബസ്സുകൾക്ക് പെറ്റിയടിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 7000-ഓളം ബസ്സുകളാണ് ചൊവ്വാഴ്ച പണിമുടക്കുന്നത്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 7000-ഓളം ബസ്സുകളാണ് ചൊവ്വാഴ്ച പണിമുടക്കുന്നത്. സർക്കാർ സ്വകാര്യ ബസ്സുകളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെയാണ് സമരമെന്ന കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ, സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു. 100 വർഷത്തോളം പഴക്കമുള്ള പെർമിറ്റുകൾ വരെ ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ആവശ്യം. അതാണ്. രണ്ടാമത്, കഴിഞ്ഞ 13 വർഷത്തിലധികമായി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ യാതൊരുവിധ വ്യത്യാസവും വരുത്താതെ തുടർന്നു പോവുകയാണ്. വിദ്യാർത്ഥികളുടെ ചാർജ് എന്ന് പറയുമ്പോൾ നിലവിൽ 1 രൂപയാണ്. കമ്പറ്റേഷനിൽ യൂറിൻ പാസ് ചെയ്യുന്നതിന് 1 രൂപ എന്നുള്ളത് 5 രൂപയാക്കി. പക്ഷേ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ആകെ 1 രൂപയ്ക്ക് വിലയുള്ളത് സ്വകാര്യ ബസ്സുകളുടെ കൺസെഷൻ മാത്രമാണ്. ഞങ്ങൾ സാധാരണക്കാരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും അനുകൂലമാണ്. എന്നിട്ട് പോലും അതിന് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലെന്ന് നേരത്തെ ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. ബസ്സുകൾ കടന്നു പോകുന്ന റോഡിൽ ഒളിഞ്ഞു നിന്ന് മൊബൈലിലും മറ്റും പോലീസ് ഉദ്യോഗസ്ഥരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അയച്ചിട്ട് ചെക്ക് റിപ്പോർട്ട് ഫൈൻ ചുമത്തുന്ന അവസ്ഥ. ഈ സൂചനാ പണിമുടക്ക് കൊണ്ട് ഗവൺമെൻറ് പരിഹാരമുണ്ടാകാത്ത പക്ഷം ജൂലൈ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പണിമുടക്കിലേക്ക് നീങ്ങാതിരുന്നത്. അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ജൂലൈ 8-ന് പണിമുടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിരവധി ചന്ദനമോഷണ കേസുകളിൽ 2 പേരെ അഞ്ചൽ വനം വകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തു. കൊല്ലം ഉമേനല്ലൂർ സ്വദേശി മുജീബ്, പാലക്കാട് നെല്ലായി സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഞ്ചൽ ഫോറസ്റ്റ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇവർ ഒളിവിലായിരുന്നു. അഞ്ചൽ വനപാലകർ 2024 രജിസ്റ്റർ ചെയ്ത 3 ചന്ദനമോഷണ കേസുകളിലും 2022 പുനലൂർ വനം കോടതി പുറപ്പെടുവിച്ച വാറണ്ടിലും ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതികളാണ് പിടിയിലായത്. പിടിയിലായ പ്രതികൾക്കെതിരെ തൃശൂർ, പാലക്കാട്, കൊല്ലം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ 2014 മുതൽ ചന്ദനമോഷണ കേസുകൾ നിലവിലുണ്ട്. ഉമേനല്ലൂർ സ്വദേശി 49-കാരനായ മുജീബ്, പാലക്കാട് നെല്ലായി സ്വദേശി 40-കാരനായ അബ്ദുൾ അസീസ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ പിടികൂടുന്നതിനു വേണ്ടി വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അബ്ദുൾ അസീസിനെ പാലക്കാട് നിന്നും മുജീബിനെ കൊല്ലം ഉമേനല്ലൂരിൽ നിന്നുമാണ് പിടികൂടിയത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ എസ് പറഞ്ഞു. അഞ്ചൽ റേഞ്ചിന്റെ പരിധിയിലുള്ള 2024 മുതലുള്ള കേസിലെ പ്രതികളെയാണ് നമുക്കിപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. പ്രതികളായ അബ്ദുൾ അസീസ്, മുജീബ് എന്നീ 2 പ്രതികളാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. OR 10/2024 OR 3/2025 പ്രതികളാണ് ഈ അബ്ദുൾ അസീസും മുജീബും. ഇവർ ചെയ്ത കുറ്റം സ്വകാര്യ പറമ്പിൽ നിന്നും ചന്ദനമരം വെട്ടി അത് കടത്തിക്കൊണ്ട് പോയി എന്നുള്ള കുറ്റത്തിനാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കൊടുക്കുന്ന പ്രൊസീജിയറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തുടരന്വേഷണത്തിന് വേണ്ടി റിമാൻഡിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതിനുവേണ്ടി ആറാട്ടിലെ സ്റ്റാഫ് അംഗങ്ങളും കരവാളൂർ സെക്ഷൻ സ്റ്റാഫ് അംഗങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷനിലാണ് ഈ പ്രതികളെ പിടിക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. അഞ്ചൽ അലയമൺ കരുകോടിന് സമീപം പുല്ലാഞ്ഞിയോട്ടായിരുന്നു അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവറായ പുല്ലാഞ്ഞിയോട് പള്ളിവടക്കത്തിൽ ഷമീറാണ് മരിച്ചത്. അലയമൺ കരുകോടിന് സമീപം പുല്ലാഞ്ഞിയോടാണ് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ പുല്ലാഞ്ഞിയോട് പള്ളിവടക്കത്തിൽ ഷമീറാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. വൈകിട്ട് 3:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷമീറിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അടുത്തിടെയാണ് ഷമീർ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഷമീർ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായാണ് നാട്ടിലെത്തിയത്. വളവ് തിരിഞ്ഞെത്തിയ കാർ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കർഷക സംഘം ചിറക്കടവ് മേഖലാ സമ്മേളനം നടത്തി. കായംകുളം പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘത്തിന്റെ കായംകുളം ചിറക്കടവ് മേഖലാ സമ്മേളനമാണ് കായംകുളം പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചത്. കർഷകർ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളും നവകേരള നിർമ്മിതിയിൽ കാർഷിക രംഗത്തെ ഇടപെടലും പ്രദേശത്തെ കാർഷികേതര അനുബന്ധ മേഖലകളിലെ സമഗ്ര വികസനം ഉൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്തു. കർഷക സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആധാർ കാർഡ് കോപ്പി ഉണ്ടെങ്കിൽ ഏത് പദ്ധതിയിലും നമുക്ക് അപേക്ഷിക്കാം. പശു വാങ്ങാനുള്ള പദ്ധതികൾ, കാര്യത്തൊഴുത്ത് നവീകരണം, കാര്യത്തൊഴുത്ത് പുതുതായിട്ട് നിർമ്മിക്കുവാനും ഫാമിനുള്ള ധനസഹായം, എത്രയെത്ര പദ്ധതികളാണ്. ഈ പദ്ധതികൾ പലരും അറിയുന്നില്ല. ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന, മൃഗാശുപത്രി വഴി നടപ്പിലാക്കുന്ന പരിമിതമായ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഒരു വാർഡിൽ മതിയായ ഗുണഭോക്താക്കളെ കണ്ടെത്തി വിതരണം ചെയ്യുവാൻ പലപ്പോഴും പരാജയപ്പെടുന്നു. ആ പരാജയപ്പെടുന്ന രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കൗൺസിലർമാരുള്ള വാർഡുകളിൽ നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊടുക്കും. BJPയുടെയോ കോൺഗ്രസിന്റെയോ വാർഡുകളിൽ അവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയപരമായിട്ട് ആ ആനുകൂല്യങ്ങൾ വീതം വെച്ചു പോവുകയാണ്. ഇതൊന്നുമില്ലാതെ ഈ ആനുകൂല്യങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് ഓൺലൈനായിട്ട് ചെയ്യാം. മേഖലാ പ്രസിഡന്റ് MG ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. ഹരികുമാർ പ്രവർത്തന റിപ്പോർട്ടും കായംകുളം ഏരിയ സെക്രട്ടറി M. നസീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. S. ജയദേവൻ പിള്ള, C. അജികുമാർ, G. ഹരികുമാർ, T. A. നാസർ എന്നിവർ മികച്ച കർഷകരെ ആദരിച്ചു. G. ശ്രീനിവാസൻ, R. മധു, N. സുകുമാരി, ബിനു അശോകൻ, T. രഞ്ജിതം, K. ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്ലാക്കാട് അംബേദ്കർ ഗ്രാമത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. അംബേദ്കർ ഗ്രാമം സന്ദർശിച്ച മന്ത്രി ഗ്രാമവാസികളുമായി സംവദിച്ചു. നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. കാരുവേലിൽ പ്ലാക്കാട് അംബേദ്കർ ഗ്രാമത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അംബേദ്കർ ഗ്രാമം സന്ദർശിച്ച ശേഷം ജനങ്ങളുമായി സംവദിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന OP പുനരാരംഭിക്കുക, നിലച്ചുപോയ ബസ് സർവീസ് പുനഃസ്ഥാപിക്കുക, തകർന്ന റോഡുകൾ ഒന്നാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ പരിഹാരം കാണുമെന്ന് മന്ത്രി അംബേദ്കർ ഗ്രാമ നിവാസികൾക്ക് ഉറപ്പ് നൽകി. ഏറ്റവും അടിയന്തരമായുള്ള കുറേയേറെ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ഈ പ്രദേശത്തെ ആളുകളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതിനാണ് ഞങ്ങളിവിടെ വന്നത്. നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ആശുപത്രിയുടെ ചില കാര്യങ്ങളുണ്ട്, റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്. റോഡുകൾ ഈ കാലവർഷവും മറ്റൊക്കെ തകർന്നു നടക്കുന്ന റോഡുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ജലജീവനുമൊക്കെ വന്നതുകൊണ്ടൊക്കെ കുഴിയൊക്കെ എടുത്തിട്ട് റോഡുകൾ കുറച്ച് മോശമായിട്ടുണ്ട്. ബസിന്റെ സൗകര്യത്തിന്റെ ഒരു കാര്യം പ്രധാനമാണ്. പിന്നെ ഇവിടുത്തെ ധാരാളം കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം ഉള്ളതാണ്, സ്പോർട്സുകാർ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിന്റെ സ്ഥലപരിമിതിയുടെ ഒരു പ്രശ്നമുണ്ട്. സ്ഥലം കണ്ടെത്തണം, അത് വാങ്ങിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വലിയ ഹാള് പണിയുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ. ആശുപത്രിയുടെ കാര്യത്തിൽ അത് ഇവിടെ ഈവനിങ് OP ഉണ്ടായിരുന്നു, അത് പഞ്ചായത്ത് അത് തീരുമാനിച്ച് ഇവിടെ തന്നെ കൊണ്ടുപോയി. അത് കാരണം ഇവിടെ 600ഓളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഈവനിങ് OP സൗകര്യമാണ്, അതൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ കാര്യം ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് വീണ്ടും ആരംഭിക്കാൻ പറ്റുന്ന കാര്യം ഉൾപ്പെടെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. വാർഡംഗം ലിജു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കുറച്ച് കാരിവേലി വാർഡിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, അവർ 15-20 ലക്ഷം രൂപ വികസന ഫണ്ട് എടുക്കുമ്പോൾ നമുക്ക് 4-5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 5 ടീമുകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്.
ആ തുച്ഛമായി കിട്ടുന്ന വികസന അപ്പം ഇടതുപക്ഷ മെമ്പർമാരെല്ലാം വേർതിരിച്ചാണ് എഴുവൻ പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തുച്ഛമായ ഫണ്ടുകൾ കൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ വികസനങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശിവപ്രസാദ്, CPM ഏരിയ സെക്രട്ടറി രാമാനുജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓമനക്കുട്ടൻ, മനേഷ, കോശി, സുനിൽ, രാജേഷ്, രാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തുന്നയാൾ അറസ്റ്റിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം പെരിനാട് സ്വദേശി സുദേശനാണ് അറസ്റ്റിലായത്. കൊല്ലം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലെ തൂക്കുവിളക്ക്, കിണ്ടി തുടങ്ങിയ സാധനങ്ങൾ മാത്രം മോഷ്ടിക്കുന്നയാളിനെയാണ് ഓച്ചിറ പോലീസ് പിടികൂടിയത്. ചങ്ങൻകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം പെരിനാട് കൊറ്റങ്കര കല്ലുവിളക്കിതക്കതിൽ 58കാരനായ സുദേശനാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും തൊണ്ടി മുതൽ പിടിച്ചെടുത്തു. ക്ഷേത്രങ്ങളിലെ വിളക്കുകളും പാത്രങ്ങളുമാണ് ഇയാൾ പ്രധാനമായും മോഷ്ടിക്കുന്നത്. ഇയാളെ പിടികൂടിയതറിഞ്ഞ് നിരവധി പേർ പരാതിയുമായി എത്തിയെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയതോടെ സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം 100% ശരിയാണെന്ന് തെളിഞ്ഞതായി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ. സിൻഡിക്കേറ്റ് തീരുമാനം നിയമപരമാണെന്ന് തെളിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. സർവകലാ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ കോടതി തീരുമാനം സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത നടപടി 100% ശരിയാണെന്ന് തെളിയിച്ചതായി ഇടത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ പറഞ്ഞു. ഈ തീരുമാനം 18 അംഗങ്ങൾ അംഗീകരിച്ച് അത് സർവകലാശാലയുടെ തീരുമാനമാക്കി ഇന്നലെ തന്നെ കോടതി അറിയിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിന് അയച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് രജിസ്ട്രാർക്ക് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറും ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ സർവകലാശാല എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു. പലരും പറഞ്ഞ് DC-യുടെ ആബ്സെൻസിൽ കൂടിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ഒരു വിലയുമില്ല, നിയമപരമായി നിൽക്കില്ലെന്നാണ് ഇന്നലെ ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലർ പറഞ്ഞത്. ഇന്നിപ്പോൾ കോടതിയിൽ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയതോടുകൂടി ഇന്നലത്തെ സിൻഡിക്കേറ്റ് നിയമപരമാണ് എന്നാണ് ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. നിയമവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നവരെയാണ് രാജ്ഭവൻ VC-മാരായി നിയമിക്കുന്നത്. കോടതി വിധി വന്നതോടെ VC-യുടെ വാദങ്ങളെല്ലാം അസാധുവായി. കാരണം നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നവരാണല്ലോ കേരളത്തിലെ വൈസ് ചാൻസലർമാരായി ഇപ്പോൾ നിയോഗിക്കുന്നത് രാജ്ഭവൻ. അപ്പോൾ ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനൊരു നിയമവിരുദ്ധമായ നടപടി, അതായത് ഡോക്ടർ KS അനിൽകുമാറിനെ നടപടി എടുത്തതുപോലെ തന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയുള്ള JR ആയിട്ടുള്ള ഹരികുമാർ രജിസ്ട്രാർ ഇൻ ചാർജ് ആയിരുന്നു. ഇദ്ദേഹം സസ്പെൻഷനിലായിരുന്നപ്പം അദ്ദേഹത്തെ നടപടി തിരിക്കുകയാണ്. അത് സിൻഡിക്കേറ്റ് പറയുന്നത് നേരത്തെ രജിസ്ട്രാറെ നടപടി എടുത്തതുപോലെ തന്നെ നിയമവിരുദ്ധമാണ് ഹരികുമാറിനെതിരെ നടപടി സ്വീകരിച്ചത്. കേരളത്തിലേക്ക് വിദേശത്തു നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല വികസിപ്പിക്കാനുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർവകലാശാലയിലേക്ക് 81 രാജ്യങ്ങളിൽ നിന്ന് 2620 വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ തന്നിരിക്കുകയാണ് പഠിക്കാൻ. കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം. നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്നവരെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇങ്ങോട്ട് വരുന്നവരെ കുറിച്ച് എന്താ അന്വേഷിക്കുന്നില്ല? അപ്പോൾ കേരള സർവകലാശാലയിൽ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ കൊച്ചിയുണ്ട്, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയുണ്ട്, കണ്ണൂർ സർവകലാശാലയുണ്ട്, കോഴിക്കോട് സർവകലാശാലയുണ്ട്. അവിടെയൊക്കെ വന്ന കണക്ക് വേറെയാണ്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ ലോകത്തും രാജ്യത്തും ശ്രദ്ധിക്കപ്പെടുന്ന സർവകലാശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തേവലക്കരയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 22-ാം വാർഡ് പാലക്കൽ വടക്ക് കൂഴംകുളം ഒറ്റത്തെങ്ങ് റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയിട്ട് 1 മാസത്തോളമായിട്ടും വേണ്ട നടപടി അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാവുന്നത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇവിടെ വെച്ച് ഈ വെള്ളം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തെക്കോട്ടുള്ള വെള്ളം ആർക്കും കിട്ടുന്നില്ല. എന്താ പറഞ്ഞാലും പിള്ളേർ പള്ളുകുട്ടി പാനൊക്കുന്നില്ല. വെള്ളം കൊണ്ട് ഇങ്ങനെ പിന്നെ 1 മാസം കൊണ്ട് വെള്ളം ഒരു വരിക്കൂടെ വെള്ളം ഇപ്പോൾ 2 വരിക്കൂടെ വെള്ളം പോകുന്നുണ്ട്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിലെ പാലക്കൽ വടക്ക് കൂഴംകുളം ഒറ്റത്തെങ്ങ് റോഡിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് 1 മാസത്തോളമായി. പൊട്ടി കടന്നിട്ട് ഇപ്പോൾ കുറേ 1 മാസം ആവാൻ പോന്നു. ഇത് ഇതിനുമ്പ് പോലെ പടിഞ്ഞാറേ വശത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങ് നിന്നുടനെ പിന്നെ തിരിച്ച് ഇനി കിഴക്കേ വശത്തായി. ആദ്യം അവർ വന്ന് ശരിയാക്കിയതിന് ശേഷം ഇന്ന് വന്ന് കണ്ട്. ജലനിധിയുടെ പൈപ്പാണ് പൊട്ടിയത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇത് 1 മാസമായിട്ട് വെള്ളം ഇങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. അത് പലരും പരാതി പറഞ്ഞിട്ട് മെമ്പറും കാര്യങ്ങളും എല്ലാം ഡിപ്പാർട്ട്മെന്റുകളെ എല്ലാം അറിയിക്കുന്നെങ്കിലും അവിടെ നിന്ന് യാതൊരുവിധ മറുപടിയുമില്ല.
പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതോടൊപ്പം റോഡും തകർച്ചയുടെ വക്കിലാണ്. വീട്ടിലേക്ക് കയറാൻ പോലും കഴിയാത്ത തരത്തിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപം കൊണ്ടിട്ടുണ്ട്. ടൈറ്റാനിയം, ശാസ്താംകോട്ട റോഡ് എന്നിവിടങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പോകുന്ന റോഡാണിത്. അത് മാത്രമല്ല, കൊച്ചുങ്ങൾ സൈക്കിളിൽ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ. കൊച്ചുങ്ങൾ അവരിതിലെ സൈക്കിളിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഈ കുഴിയിൽ വന്ന് വീണ് മറിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ അതുപോലൊപ്പം തന്നെ ഈ റോഡ് ഒന്നാമത് വെള്ളക്കെട്ടാണ്. അതിനോടൊപ്പം ഈ പൈപ്പ് ലൈൻ പൊട്ടി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് മൊത്തം വെള്ളം കെട്ടായിട്ട് കിടക്കുക. അപ്പോൾ ഈ പിള്ളേർക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്ന പിള്ളേർക്ക് ഷൂവിനകത്ത് വെള്ളം കയറും. ബന്ധപ്പെട്ട അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ദ്വിദിന പരിശീലന ശില്പശാല നടത്തി. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള NSS വോളണ്ടിയർ സെക്രട്ടറിമാരുടെ ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. എഴുകോണിൽ സംഘടിപ്പിച്ച ശില്പശാല മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, നാഷണൽ സർവീസ് സ്കീം, TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവ സംയുക്തമായാണ് എഴുകോണിൽ വെച്ച NSS വോളണ്ടിയർ സെക്രട്ടറിമാരുടെ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള വോളണ്ടിയർ സെക്രട്ടറിമാരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ശില്പശാലയുടെ സമാപന സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പങ്കെടുക്കുന്ന പ്രിയമുള്ള 105ഓളം വോളണ്ടിയർമാരാണ് ഇവിടെ പങ്കെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. വോളണ്ടിയർമാരായിട്ടുള്ള NSS പ്രവർത്തകർ, ഇവിടുത്തെ അധ്യാപകർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, പ്രിയമുള്ളവരെ, ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഹോയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാമെന്ന അന്നത്തെ ദിവസമാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും സമയം. ഫാറൂഖ് താഹ അധ്യക്ഷത വഹിച്ചു. കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ. സർവകലാശാല പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരുൺ M, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗൗരി മോഹൻ L, പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ അശ്വിൻ രാജ്, പ്രൊഫസർ അൻസിയ S, ആതിഫ സലീം, അമൻ അൻഷാദ, തസ്ലീമ S, മുഹമ്മദ് റാഷിദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിലെ ധനവിനിയോഗത്തിൽ സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആരോഗ്യമേഖലയിലെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ ധവളപത്രമിറക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ മഹാൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറുന്നതിന് മുൻപും ഈ മഹാനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും അച്യുതാനന്ദൻ ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങളൊക്കെ പുറത്ത് സമരം ചെയ്യുമ്പോൾ ആ പാർട്ടിയെ ചർച്ച ചെയ്യാനും പ്രതിഷേധിക്കാനും ഇത് പാവപ്പെട്ടവന്റെ കൂടി കേരളമാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണമെന്ന് പറയാനും ഒരു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ എന്ന് താഴെ വീണു പോയോ അന്ന് തുടങ്ങി തമ്പുരാന്റെ ജന്മി കുടിയാൻ വ്യവസ്ഥിതിയാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഇങ്ങനെ ഒരു ഗതികെട്ട ഭരണം, പാവപ്പെട്ടവന് വിലയില്ലാത്ത ഇത്രയും അപകടകരമായ സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ, സാമ്പത്തിക മേഖല പരിതാപകരമായി കൂപ്പുകുത്തുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബത്തിലെ ഒരു അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ബിന്ദു ഈ മന്ത്രിമാരുടെ അവരുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഈ സാഹചര്യത്തിലും 10 ദിവസം മുഖ്യമന്ത്രിയുടെ ചുമതല ഒരാളെ ഏൽപ്പിക്കാൻ മഹാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമില്ല എന്നുള്ളതാണ്. 10 ദിവസം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുണ്ടോ? ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് ഒരാഴ്ചക്കാലം ലീവ് എടുത്താൽ ആ മുഖ്യമന്ത്രിയുടെ ഭരണ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഏത് സംസ്ഥാനത്താണ് ഇല്ലാത്തത്?
ചികിത്സയ്ക്കായി എത്തുന്ന സാധാരണക്കാർ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് കണ്ട് അമ്പരപ്പിലാണ്. സർക്കാർ ആശുപത്രിയിലെ മേനി പറഞ്ഞ് പ്രസംഗിക്കുന്ന മന്ത്രിമാർ പ്രസംഗവേദി വിട്ട് ഉടൻ ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. മുഖ്യമന്ത്രിയുടെ യാത്ര കുടുംബരക്ഷയ്ക്കായി മാത്രമാണ്. പാരസെറ്റമോൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിക്കാത്ത സർക്കാരാണിതെന്നും അവർ കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. MS ശ്യാംകുമാർ, VS ജിതിൻ ദേവ്, പ്രകാശ് പാപ്പാടി, ഇടവട്ടം വിനോദ, AG ശ്രീകുമാർ, വെള്ളിമൺ ദിലീപ്, ശൈലേന്ദ്രബാബു, ശശികല റാവു, വെറ്റമുക്ക് സോമൻ, ബൈജു കൂനമ്പായിക്കുളം, വിജയലക്ഷ്മി, ശാലിനി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SNDP വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. SSLC +2 അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വനിതാ സംഘം ചവറ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. SNDP വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും SSLC +2 അവാർഡ് വിതരണവും സംഘടിപ്പിച്ചത്. ചവറ യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി കേരള കൗമുദി യൂണിറ്റ് ചീഫ് S രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അച്ഛന്റെ ഇഷ്ടം ഇതാണെന്ന്, അമ്മയുടെ ഇഷ്ടം ഇതാണെന്ന് നിങ്ങൾക്കറിയാം. സഹോദരന്റെയും സഹോദരിയുടെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പോരായ്മ ഇന്നുണ്ട്. കാര്യം എന്താണ്? അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നത് കൊണ്ടാണ്. അവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഇടപഴകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഇടപഴകുന്നതേ ഇല്ല. നിങ്ങളുമായിട്ട് ഇടപഴകണമെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലോണം പരിചയപ്പെടണം. നല്ല രീതിയിൽ പരിചയപ്പെടണം. അച്ഛനും അമ്മയും സഹോദരങ്ങളും കുട്ടികളും കൂട്ടുകാരും ഒക്കെ ഒത്ത് അവരുമായിട്ട് ഇടപഴകുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടുന്നോ ഞാൻ ആരാണ്, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് അറിയുവാൻ നിങ്ങൾക്ക് ആവുന്നുണ്ടോ? ഇല്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറെ നേരം നിങ്ങളോടൊപ്പം ഇരിക്കണം. അങ്ങനെ ഇരിക്കുമോ? ബോറടിക്കും. കാര്യം നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ബോറടിക്കുമെങ്കിൽ വേറെ ആരുമല്ല കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അതിനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. അതിന്റെ പ്രിയപ്പെട്ട ആദരണീയരായ രക്ഷകർത്താക്കളോടും എനിക്ക് പറയുവാനുള്ളത്, ഈ കുട്ടികൾക്ക് ഈ ബഹളത്തിൽ ഇങ്ങനെ ഓടി അലഞ്ഞു നടക്കുന്ന ഈ കുട്ടികളെ നിങ്ങൾ ഒരു ദിവസം 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ വരെയൊക്കെ എങ്കിലും അവരെ ഏകാഗ്രമായി ഒറ്റയ്ക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നത് ധ്യാനത്തിൽ ഇരിക്കാനാണ്. അങ്ങനെ ധ്യാനമെന്നൊന്നും പറഞ്ഞ ആരും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോടൊപ്പം ഇരിക്കൂ. വനിതാ സംഘം പ്രസിഡന്റ് അംബിക രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അപ്സര സുരേഷ് സ്വാഗതം പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിയുടെ വ്യാപനം തടയുക എന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും സാമുദായിക സംഘടനകളും എല്ലാം ഈ രംഗത്തേക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിരോധവും നമ്മൾ ഓരോരുത്തരും ആ ചുമതല ഏറ്റെടുക്കുന്ന ഒരുക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് നന്നായി വളരുന്ന നമ്മുടെ സാഹചര്യത്തിൽ നന്നായി വളർന്നു വരേണ്ടവർ അവർ പലപ്പോഴും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും എല്ലാം ദുഃഖത്തിലാക്കിക്കൊണ്ട് പലപ്പോഴും ലഹരിക്ക് അടിമകളായി മാറുന്ന ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു കരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ലഹരിമുക്തമായ ഒരു നാടിനെ സ്വപ്നം കണ്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ കുടുംബങ്ങളുടെയും അതുപോലെ കുട്ടികളുടെയും കൂട്ടായ പരിശ്രമം പൊതുസമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പരിശ്രമമാണ്. SNDP യോഗം ചവറ യൂണിയൻ പ്രസിഡന്റ് അരുണല്ലൂർ സഞ്ജയൻ, SNDP ചവറ യൂണിയൻ സെക്രട്ടറി കാരിയിൽ അനീഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കൗൺസിലർമാരായ ഗണേഷ് റാവു, MP ശ്രീകുമാർ, G മുരളീധരൻ, ഓമനക്കുട്ടൻ, രഘു, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് റോസ് ആനന്ദ, ബിനു പള്ളിക്കോടി, സിബുലാൽ, ശോഭകുമാർ, മോഹൻ നിഖിലം, മിനി മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും.
മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ നശിച്ചു. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിൽ തട്ടിയാണ് വലകൾ നശിച്ചത്. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നെന്ന ആരോപണം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ ജയിലിലേക്ക് ലാത്തി മാർച്ച്. പ്രതീകാത്മക ലാത്തികളുമായാണ് മാർച്ച് നടത്തിയത്. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർ അപകടത്തിൽ മരിച്ചു. അഞ്ചൽ അലേമൺ പുല്ലാഞ്ഞിയോട്ടായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.